നിർമ്മാണം പൂർത്തിയാക്കാമെന്ന് പറഞ്ഞ സമയം കഴിഞ്ഞു. ഇത് കഴിഞ്ഞിട്ട് മിക്ക സ്ഥലത്തും റോഡിലെ കുഴി തന്നെയാണ്. മഴ കൂടി പെയ്തതോടെ കാൽനട യാത്ര പോലും അസാധ്യമായിരിക്കുന്നു. ദുരിതത്തിലായി നാട്ടുകാരും. വിവരങ്ങളുമായി അമൽ തേൻപറമ്പിൽ ചേരുന്നു. ഗുഡ് മോർണിംഗ് അമൽ. ഇത് അവസാനം സമയപരിധി അവസാനിച്ചു എന്നൊക്കെ നമ്മൾ പറയുമ്പോഴും ഇനി എത്ര കാലം കാത്തിരിക്കേണ്ടി വരും എന്ന ഒരു ചോദ്യമാണ് തലസ്ഥാന നിവാസികളുടെയും തലസ്ഥാനത്ത് വന്നു പോകുന്നവരുടെയും മനസ്സിലുള്ളത്. മൊത്തം ഇത് ഉടനെ ഒന്നും തീരാനുള്ള ഒരു സാധ്യതയും കാണുന്നില്ലെന്ന് മാത്രമല്ല, ഇന്നലെ വരെ പൊടിശല്യമായിരുന്നു തലസ്ഥാനത്ത് ആകമാനം ഉണ്ടായിരുന്നത്. ഇന്നിപ്പോൾ ആ പൊടി മാറി ഇന്നലെ വൈകിട്ടൊരു മഴ പെയ്തിരുന്നു. മഴയായതോടുകൂടി പല വഴികളിലൂടെയും നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയായിരിക്കുന്നു. ആ വഞ്ചൂരുള്ള ആ വഴിയിലൂടെയൊന്നും കടന്നു പോകാൻ പോലും പറ്റാത്ത അവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട്. വാഹനഗതാഗതം പൂർണ്ണമായും നിരോധിച്ചിരിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. പല റോഡുകളിലൂടെയും പ്രധാനപ്പെട്ട പാതയിലൂടെ ഒന്നും തന്നെ ഈ പറയുന്ന സെക്രട്ടേറിയറ്റിന് മുന്നിലൂടെ കിടക്കുന്ന ഇതുപോലത്തെ ഒന്ന് രണ്ട് വഴികളിലൂടെ പോകാമെന്നതിനപ്പുറത്ത് മറ്റ് സ്ഥലങ്ങളിലെല്ലാം വലിയ പ്രതിസന്ധിയാണ് ഉള്ളത്. സ്റ്റാച്യുവിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. നേരത്തെ രാവിലെ 7 മണിക്കത്തെ വാർത്തയുടെ സമയത്ത് നമ്മൾ കാണിച്ചത് മാതൃഭൂമിയുടെയൊക്കെ പരിസരത്തുകൂടി കിടന്ന ആ റോഡാണ്, വഞ്ചിയൂരുള്ള റോഡാണ്. അതും ഈ പറയുന്ന ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന റോഡുമെല്ലാം ജനറൽ ആശുപത്രിയിലേക്ക് അടക്കം ആളുകൾ പോകുന്ന വഴിയാണ്. ആ വഴിയിലെ ഒരു അവസ്ഥയാണിത്. ആളുകൾ വലിയ തോതിൽ ബുദ്ധിമുട്ടുന്നു. പല വഴിയിലൂടെയും നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥ. കാരണം വെള്ളം കൂടി ആയതോടെ എവിടേക്ക് നടന്നാൽ എങ്ങനെ എവിടെ എത്തും എന്നുള്ള കാര്യത്തിൽ ഒരു ഉറപ്പുമില്ലാത്ത അവസ്ഥയാണുള്ളത്. ഈ വഴിയുടെ പ്രശ്നം നമ്മൾ ആദ്യമായി പറയുന്നതല്ല, കുറേ അധികം കാലമായി പറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോൾ പറയുമ്പോഴെല്ലാം അധികാരികൾ പറയുന്നത് ഇത് സമയബന്ധിതമായി പൂർത്തീകരിക്കും എന്നുള്ളതാണ്. ചെറിയ കാലതാമസമൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇനി അധികം വൈകില്ല എന്ന് പറയുന്നു. പക്ഷേ ആ വൈകൽ ഒരുപാട് നീളുകയാണ്. സ്റ്റെഫിൻ കൂടിയുണ്ട്. സ്റ്റെഫിനെ ഈ വഴിയിൽ തന്നെ സ്റ്റെഫിൻ തന്നെ നിന്ന് ഒരു 3-4 തവണ വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്ന് തോന്നുന്നു, ഈ ആളുകളുടെ പ്രശ്നമൊക്കെ പറഞ്ഞ്. പക്ഷേ അന്ന് കിടന്നതിൽ നിന്നും പ്രത്യേകിച്ച് വ്യത്യാസമൊന്നും ഇപ്പോൾ വരുമ്പോൾ കാണുന്നില്ലല്ലോ. കാഴ്ചയിൽ ഏതായാലും തരത്തിൽ അങ്ങനെ ഒരു വ്യത്യാസമൊന്നും തന്നെ ഇല്ല. പക്ഷേ ഇത് ഈ മാസം അവസാനത്തോടുകൂടി ഈ റോഡിൻ്റെ നിർമ്മാണം, സ്മാർട്ട് സിറ്റി റോഡുകളുടെ എല്ലാം നിർമ്മാണം പൂർത്തിയാക്കുമെന്നുള്ളതായിരുന്നു കോർപ്പറേഷൻ്റെയും PWD ഒക്കെ ഒരു അവകാശവാദം. പക്ഷെ അതൊന്നും ഈ തീരാനുള്ള സാധ്യത ഇല്ല എന്നുള്ളതാണ് നമുക്ക് ഇപ്പോഴും മനസ്സിലാക്കാൻ കഴിയും. 8 ദിവസം കൂടിയാണ് മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞ സമയപരിധിക്കായി അവശേഷിക്കുന്നത്. അതിനുള്ളിൽ തീരാനുള്ള സാധ്യതയൊന്നും നിലവിലത്തെ അവസ്ഥ കാണുന്നില്ല. കാരണം ഇതൊക്കെ മൂടി വരണ്ടേ. അതെ, തീർച്ചയായും. അതോടൊപ്പം ഞാനൊരു സംശയം ചോദിച്ചോട്ടെ. ഈ റോഡ് ഇപ്പം ഈ എല്ലാ പൈപ്പ് ലൈനും ഇതിൻ്റെ അടിയിൽ കൂടെ ആക്കുന്നു, അതിനുശേഷം റോഡ് ഇങ്ങനെ ടാറിട്ട് മൂടുക, അതിന് എന്തെങ്കിലും ഒരു മെയിൻ്റെനൻസ് വന്നു കഴിഞ്ഞാൽ അവരെങ്ങനെ ചെയ്യുന്നതെന്നാണ് ഉദ്ദേശിക്കുന്നത്? എന്ത് സ്മാർട്ട് റോഡാണ് അവർ ഉദ്ദേശിക്കുന്നത്? അതായത് അങ്ങനെ വന്നാൽ വീണ്ടും പൊളിക്കേണ്ടി വരും എന്നുള്ളത് തന്നെയാണ്. അതായത് ഈ സ്മാർട്ട് റോഡ് നിർമ്മാണം മറ്റ് സ്ഥലങ്ങളിലെല്ലാം സ്മാർട്ട് റോഡ് നിർമ്മിച്ചിരിക്കുന്നത് ഈ ഓടയൊക്കെ പോലെ സമാന്തരമായി ഒരു ടണൽ പോലെ ഈ റോഡിനടിയിൽ ഒരു സംവിധാനം ചെയ്യും. എന്തെങ്കിലും വന്നാൽ ഈ സ്ലാബുകൾ മാറ്റുന്നത് പോലെ അവിടെ മാറ്റി ഇത് പണിയാൻ കഴിയും. പക്ഷേ ഇതങ്ങനെയല്ല. ഇത് ഈ പൈപ്പിട്ട് പോയതിന് ശേഷം വെള്ളത്തിന് പൈപ്പിട്ട് പോയി പിന്നീട് മണ്ണിട്ട് മൂടുന്നത് പോലെ ഇത് മണ്ണിട്ട് മൂടി പോവുകയാണ്. അപ്പോൾ ഇവർ ഈ സ്മാർട്ട് റോഡ് ഇനി അതിൻ്റെ മാനദണ്ഡത്തിന് എന്തെങ്കിലും മാറ്റം വരുത്തിയിട്ടുണ്ടോ എന്നറിയില്ല. പക്ഷേ ഇത് എന്തെങ്കിലും പ്രശ്നം പറ്റിയിട്ടുണ്ടെങ്കിൽ വീണ്ടും പൊളിക്കേണ്ടി വരുന്നൊരു സംശയം. റൈസ്ഡ് റോഡും പൊളിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം ഈ സ്റ്റാച്യുവിൽ നിന്ന് താഴേക്ക് നമ്മുടെ മഞ്ചൂരേക്ക് പോകുന്നിടത്ത് ഒരു റോഡ് റബ്ബറൈസ്ഡ് ടാറൊക്കെ ചെയ്തു. അതിനുശേഷം ഒരു പ്രശ്നം വന്നപ്പോൾ വീണ്ടും അവിടെ പൊളിച്ചു. ഇത് പൊളിക്കാൻ വേണ്ടി പണിയുന്നത് പോലത്തെ ഒരു കലാപരിപാടിയാണ്. ഈ ഇവിടുത്തെ ഈ ആളുകളുടെ അവസ്ഥയൊക്കെ കഷ്ടമാണ്. ഈ കട ഒരു മനുഷ്യനില്ല. ഈ കടയിലൊക്കെ ആളുകൾ കയറിയിട്ട് കാലങ്ങളായി തോന്നുന്നു. എന്ന് വെച്ചാൽ ചേട്ടൻ ഇരിക്കുന്ന ആ ദൃശ്യം ചേട്ടനൊന്ന് ഉറങ്ങുവാണ്. വേറെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. കാരണം ആളുകളൊന്നും അവിടേക്ക് വരാനില്ല. കാരണം ഇവിടേക്ക് വരണമെങ്കിൽ വലിയ റിസ്ക്കാണ്. സ്വന്തം ജീവിതത്തിൽ റിസ്ക് എടുത്ത് വേണം ഇങ്ങോട്ടേക്ക് വരാൻ. പിന്നെ തൊട്ടപ്പുറം ജനറൽ ആശുപത്രി ഉള്ളതുകൊണ്ട് എവിടെയെങ്കിലും പറ്റിയാൽ വേഗം അവിടേക്ക് പോകാൻ കഴിയും എന്നുള്ളതാണ് ഏക ആശ്വാസം എന്ന് പറയുന്നത്. ഈ ഇവിടെ നിന്നും ഈ ആളുകൾക്ക് ഏറ്റവും വേഗത്തിൽ ജനറൽ ആശുപത്രിയിലേക്ക് പോകാൻ പറ്റുന്നൊരു വഴിയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട മെഡിക്കൽ കോളേജ് കഴിഞ്ഞാൽ തിരുവനന്തപുരത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ആശുപത്രി. ആ ആശുപത്രിയിലേക്കുള്ള വഴിയാണ് ഇങ്ങനെ കിടക്കുന്നത്. ഈ പൊങ്കാലയുടെ സമയത്ത് സ്റ്റെഫിനെ നമ്മൾ ഇതൊക്കെ റെഡിയാവും. ഈ വഴിയോരത്തൊക്കെ ഇരുന്ന ആളുകൾ നിരന്തരം പൊങ്കാല ഇടുന്ന പ്രധാനപ്പെട്ട പാതകളിലൊന്നായിരുന്നു ഈ കാണുന്നതൊക്കെ. അപ്പോൾ ഇവിടെ ഇരുന്നത് കഴിയുമോ എന്ന് ചോദിച്ചു. അപ്പോൾ അതിനൊരു ഒരാഴ്ച മുമ്പ് ഇവിടുത്തെ ആളുകളോടൊക്കെ ഇതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവരോട് ചോദിക്കുമ്പോൾ പറയുന്നത് പൊങ്കാലയ്ക്ക് മുമ്പ് എല്ലാം റെഡിയാണ് എന്ന് പറഞ്ഞു. പക്ഷേ പൊങ്കാലയും കഴിഞ്ഞത് ഇന്നലെ ഇപ്പോൾ കരിക്കകം പൊങ്കാലയായിരുന്നു, ആറ്റുകാൽ പൊങ്കാലയും കഴിഞ്ഞിട്ട്. എന്നിട്ടും ഇതുവരെയും ശരിയായിട്ടില്ല. ഇനിയിപ്പോൾ അടുത്ത പൊങ്കാലയ്ക്കെങ്കിലും ഇത് റെഡിയാകുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. എന്തായാലും ആളുകളെ സംബന്ധിച്ചിടത്തോളം വലിയ കഷ്ടപ്പാടാണ്. തൊഴിലാളികളെ കിട്ടാനില്ല. പിന്നെ വെയിൽ, കാലാവസ്ഥ പ്രശ്നം എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഇത്ര വെയിലുള്ള സമയത്ത് ഇത് പണിയാൻ പറ്റിയില്ലെങ്കിൽ ഇനിയിപ്പോൾ എപ്പോൾ പണിയാനാണ്? വേനൽ മഴ ഇനി അടുത്ത ഒരു 2-3 ദിവസത്തിന് മഴ ഉണ്ടാകുമെന്നാണ് പറയുന്നത്, വൈകുന്നേരത്തോടു കൂടി. അപ്പോൾ അമലെ രണ്ടുപേരും ആവലാതികൾ പറഞ്ഞ് അങ്ങനെ നീളത്തിൽ നടന്നു പോകുമ്പോൾ കുഴികൾ ഉള്ളത് ശ്രദ്ധിക്കണം കേട്ടോ.